എൻ്റെ പേര് കിഷോർ നെയ്യൻ. ഇന്ന് പറയാൻ പോകുന്ന വിഷയം ആധുനിക ആറ്റം സങ്കല്പത്തിനെ കുറിച്ചാണ്. ചെറുപ്പകാലത്ത് ഈ ആറ്റത്തിനെ കുറിച്ചിട്ട് ആറ്റം എങ്ങനെയാണ് ഇത് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് നേരിട്ട് കാണാൻ പറ്റുന്ന ഒന്നൊരു കാര്യമല്ല. അന്ന് ഈ ആറ്റം എന്ന മാതൃക ഉണ്ടാക്കിയ ആൾക്കാർ നേരിട്ട് കണ്ടല്ല ഈ ആറ്റം മാതൃക, ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് ആറ്റം കണ്ടിട്ടല്ല അവർ ചെയ്തത്. അവരുടെ ദാർശനിക തലത്തിൽ അവർ ഈ പ്രതീകാത്മകമായി അവർ അവരുടെ ചിന്തയിൽ വിരിഞ്ഞ ചില കാര്യങ്ങൾ ഇത് സൂക്ഷ്മതലത്തിൽ ഇങ്ങനൊരു ഇതുണ്ടെന്ന് അവർ വിശ്വസിക്കുകയും ആ തലത്തിൽ ആറ്റം മാതൃകയെ രൂപപ്പെടുത്തുകയാണ് ചെയ്തത്. സത്യത്തിൽ അതാണ് സംഭവിച്ചത്. പിന്നീട് ഈ ക്വാണ്ടം ടണൽ മൈക്രോസ്കോപ്പൊക്കെ കൊണ്ടുവന്നപ്പോൾ ഈ സാധനത്തിൻ്റെ ഇതിൻ്റെ വലുപ്പമൊക്കെ ശാസ്ത്രജ്ഞന്മാർ നിർണ്ണയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് ക്വാണ്ടം ടണൽ മൈക്രോസ്കോപ്പ് പോലെയുള്ള സാധനങ്ങൾ വന്നു. അപ്പോൾ ഇതിനെ കാണാൻ പറ്റും എന്നുള്ള ഒറ്റ ഇതിലാണ് ഈ ഇതൊക്കെ കണ്ടുപിടിച്ചത്. പക്ഷേ സത്യത്തിൽ ഈ ബോർ മാതൃകയൊന്നും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും ആ ശാസ്ത്രം അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ കാരണം, ആദ്യം ശാസ്ത്രം അവ്യക്തമായ രൂപത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്, ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ മനസ്സിലാവാത്ത രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, എൻ്റെ തീരത്തിലും ഈ 95-93 കാലഘട്ടത്തിൽ ആറ്റത്തിനെ കുറിച്ചിട്ടുള്ള ഒരു സങ്കല്പം ഞാൻ തള്ളിക്കളഞ്ഞതാണ്. കാരണം അങ്ങനൊരു സാധനം ഇല്ല. പക്ഷേ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഈ 3 കണങ്ങളെ ഞാൻ സ്വീകരിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ. കാരണം ഈ കണങ്ങളെ എനിക്ക് എൻ്റെ ആശയങ്ങളെ എൻ്റെ ദാർശനിക തലത്തിൽ ഫയർ രൂപത്തിലാണ്, ഫയർ കണങ്ങളാണ്. എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളിൽ ഫയർ ഉണ്ടല്ലോ, പഞ്ചാഗ്നികളുടെ രൂപത്തിലാണ് ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഈ 3 ഫയറുകളെ കുറിച്ച് മാത്രമേ ഇത് ഭൗതികശാസ്ത്രത്തിൽ പറയുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഇതിൽ 5 ഫയറുകൾ പറയുന്നുണ്ട്, 5 തരത്തിലുള്ള ഫയറുകൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ആയിട്ട് കണക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആറ്റം എന്ന ആശയം എൻ്റെ സിദ്ധാന്തത്തിൽ തള്ളാൻ പല കാരണങ്ങളുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, ആറ്റത്തിന് എവിടെ നിന്നാണ് ഈ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും ചലിക്കാനുള്ള പവർ കിട്ടുന്നത്? അത് ആ പവർ എവിടെ നിന്ന് വരുന്നു? അതിൻ്റെ സോഴ്സ് ഇല്ല. അതിനെക്കുറിച്ചൊരു ഒന്നും വ്യക്തമല്ല. അത് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മുൻകാലത്തിലും സയൻറ്റിസ്റ്റുകൾ ചോദിച്ചിരുന്നു, എവിടെ നിന്നാണ് ഈ പവർ, എവിടെ നിന്നാണ് ഈ എനർജി അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് ഒരാളും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷനിൽ അത് അങ്ങനെ ശാസ്ത്രം അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. മനസ്സിലായി? അതിൽ നിന്ന് പിന്നെ ഞാൻ ചോദിച്ചു, ഇതിൻ്റെ ഇലക്ട്രോൺ ചലിക്കുന്നുണ്ടെങ്കിൽ, ഇലക്ട്രോൺ ഈ ന്യൂക്ലിയസിന് ചുറ്റും നൽകി അതിൽ നിന്ന് കിരണങ്ങൾ സദാസമയം ഏത് സമയം പുറത്തു വന്നുകൊണ്ടിരിക്കണം. അതൊന്നും ഇവിടെ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സൈലൻ്റായിരിക്കുന്നു, തണുത്ത അവസ്ഥയിലും ഒക്കെ വരണ്ടേ, അതിൽ നിന്ന് കിരണങ്ങൾ പുറത്തു വരുന്നില്ല. അപ്പോൾ അങ്ങനൊരു സംഭവം ഇല്ല. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ഇലക്ട്രോണുകൾ ചുറ്റുന്ന സമയത്ത് അതിൽ നിന്ന് എനർജി വേവ് രൂപത്തിലോ മറ്റു രൂപത്തിലോ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായി? പിന്നെ ഇതിനെ ഏത് ശക്തിയാണ് കറക്കണമെന്നുള്ളൊരു അടുത്ത ചോദ്യം, ആ ചോദ്യം ഈ ചോദ്യമൊക്കെ ഇത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആറ്റം സങ്കല്പത്തിന് ആ ഭൗതിക യാഥാർത്ഥ്യമാണെന്നുള്ള തെറ്റായ ധാരണ സ്കൂളിലെ മാഷന്മാരും പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞാൻ മാഷന്മാരായിട്ട് തർക്കിച്ചിട്ടുമുണ്ട്, ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഇതല്ല, എവിടെ നിന്നാണ് ഈ എനർജി? അപ്പോൾ അതുകൊണ്ട് ഞാൻ സംശയവീക്ഷണത്തിലായിരുന്നു ഏത് സാധനം. കാരണം അവർ ചിന്തിക്കുന്നത് ഇത് ആവർത്തന പട്ടിക ഇങ്ങനെയുള്ള അത്ഭുതകരമായ ചില വിശേഷങ്ങൾ മറുവശത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ എററുകൾ, ദാർശനിക എറർ ഉണ്ടെങ്കിലും ഈ ആവർത്തന പട്ടിക രൂപവൽക്കരണം നടത്തുന്നതിൽ
വളരെ വിജയകരമായ ഒരു സിറ്റുവേഷനാണ് മൂലങ്ങളാണ്. അപ്പോൾ ആ മൂലങ്ങളെന്ന് പറഞ്ഞാൽ ഖരം, ദ്രാവകം, വാതകം, ഇത് അതിൻ്റെ അപ്പുറത്തൊന്നും പറയുന്നില്ല. അത് വേറെ തമാശ. അതിൻ്റെ അപ്പുറത്തും അവസ്ഥകളുണ്ട്, അതിനെ പറ്റിയൊന്നും വ്യക്തമല്ല. അപ്പോൾ അത് എനിക്ക് ആകെ അത് ഉൾക്കൊള്ളാൻ ചെറുപ്പകാലത്തിൽ തന്നെ എനിക്ക് പ്രശ്നമായിരുന്നു. അത് എനിക്ക് ഉൾക്കൊള്ളാനുള്ളൊരു ഇത് ഉണ്ടായിരുന്നില്ല. കാരണം കുറേ കാര്യങ്ങൾ എററായിട്ട് വരുന്നുണ്ട്, ദാർശനികമായി പൊരുത്തപ്പെടുന്നില്ല. ഭൗതിക യാഥാർത്ഥ്യമായി ഇത് ചെയ്യുമ്പോൾ ബ്രെയിനിൽ അത് ദഹിക്കുന്നില്ല. അപ്പോൾ ഞാനതിനെ ഒരു പ്രതീകാത്മക കാണത്തിൻ്റെ ഒരു പ്രതീകാത്മക മറ്റേ ഭാരതീയ പുരാണങ്ങളിൽ യാഥാർത്ഥ്യമല്ലാത്ത കഥകളെ പ്രതീകാത്മക രൂപത്തിൽ എടുത്താൽ മതി, മനസ്സിലായ? അപ്പോൾ അത് ഈ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇതിനൊക്കെ ത്രിഗുണങ്ങൾ, ഈ ഭാരതീയ സങ്കല്പത്തിൽ ത്രിഗുണങ്ങൾ ബൈബിളിൽ വേറെ തലത്തിൽ അതിന് ത്രിഗുണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. എല്ലാ വേദങ്ങളിലും അതിന് ത്രിഗുണ പരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് പ്രതീകാത്മകമായി കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഈ ആറ്റം ഇവർ അതിനെ വലിയൊരു ഇതാക്കി മാറ്റും. എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഉണ്ട് എന്നുള്ളത്, പക്ഷേ ന്യൂക്ലിയസിനെ ഇതുവരെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കണങ്ങളും സദാ ചലനത്തിലാണ്, കമ്പന ചലനത്തിൽ. ഈ ഇങ്ങനെ സർക്കിളല്ല, നമ്മൾ ആറ്റത്തിൽ ഒരു സർക്കിൾ പോലെയല്ല ചലനം, അതൊരു കമ്പന ചലനത്തിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ അത് ആ സൂക്ഷ്മതലത്തിൽ ഓരോ ഇതും ഇലക്ട്രോണുകളും കമ്പനം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇതിനെ ഫ്രീസ് ചെയ്ത് ചെയ്യാനുള്ള ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നാലും മുഴുവൻ ചലനത്തിനെ നിർത്താൻ പറ്റില്ല. കാരണം പ്രപഞ്ചത്തിൽ അജ്ഞാതമായ കുറേ തരംഗങ്ങളുണ്ട്. അതിനെ ഒന്നും ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ ക്വാണ്ടം ടണൽ മൈക്രോസ്കോപ്പിനൊന്നും വ്യക്തമായ ഒരു ഇത് കിട്ടില്ല. അപ്പോൾ അതിലും കുറഞ്ഞ വസ്തുക്കളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഉദ്ദേശിക്കുന്ന പോലെ ഈ ആറ്റത്തിലെ കണങ്ങളെല്ലാം ഗോളരൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ മുന്നത്തെ നമ്മൾ ഗോളരൂപമാണ്, എല്ലാ ആറ്റം സങ്കല്പങ്ങളൊക്കെ ഗോളരൂപത്തിലാണ് കാണുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇലക്ട്രോണൊക്കെ എല്ലാം ക്രിസ്റ്റൽ രൂപത്തിലായിരിക്കും. കാരണം ഇതിൽ അതിന് കാരണമുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒറ്റ കുമിളയായിട്ട് നിൽക്കുകയാണെങ്കിൽ, ഒരു കുമിളേനെ നമ്മൾ ഒറ്റയ്ക്ക് നിർത്തുകയാണെങ്കിൽ അത് ഗോളരൂപത്തിലായിരിക്കും. എന്നാൽ എല്ലാ കുമിളകളും കുറേ അധികം കുമിളകൾ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അതിന് ക്രിസ്റ്റൽ ഘടനയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ നമുക്ക് ക്വാണ്ടം ടണൽ മൈക്രോസ്കോപ്പിൽ കൂടെ കാണുന്നത് ഈ ഇലക്ട്രോണിൻ്റെ അതിലേക്ക് പോകേണ്ട അതിലും കുറഞ്ഞ അവസ്ഥയിൽ വസ്തുക്കളെ നോക്കുമ്പോൾ കാണുന്നത് ഒക്കെ എല്ലാത്തിനും ക്രിസ്റ്റൽ ഘടനയാണ് വരുന്നത്. ഏത് പദാർത്ഥം എടുത്ത് നോക്കിയാലും അതിന് ക്രിസ്റ്റൽ ഘടനയാണ്. അപ്പോൾ ക്രിസ്റ്റൽ ഘടനയുടെ രൂപത്തിലാണ് തന്മാത്രകൾ കാണുന്നത്. മാത്രകളുടെ രൂപങ്ങളെല്ലാം തന്നെ ക്രിസ്റ്റൽ രൂപത്തിലുള്ളതാണ്. ഇത് ഞാൻ AI ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് അവർ സമ്മതിച്ചു, AI സമ്മതിക്കുകയാണ് ചെയ്തത്. കാരണം ഇത് ക്രിസ്റ്റൽ രൂപത്തിലേ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ചപ്പോൾ അവർ AI സമ്മതിക്കുകയും ചെയ്തു, മനസ്സിലായി? അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള സംഭവം. പക്ഷേ ഇതോടെ ഈ ആറ്റം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഈ ബോർ മാതൃകത്തിലുള്ളൊരു സംഭവമില്ല, ന്യൂക്ലിയസും ഇല്ല, ഇങ്ങനെ കേന്ദ്രത്തിന് ചുറ്റുന്ന ഈ അതായത് ഇലക്ട്രോൺ എന്നുള്ളൊരു സങ്കല്പമൊന്നും എൻ്റെ ആറ്റം ഇതിലില്ല, എൻ്റെ ഭൗതിക ശാസ്ത്ര മേഖലയിൽ. പറഞ്ഞാൽ ഇലക്ട്രോണെ കൂടാതെ 5 ഫയറുകളെയാണ് മെയിനായിട്ട് ഞാൻ പറയുന്നത്. 1 ഇയോൺ, 2 ഇലക്ട്രോൺ. ഇയോൺ എന്ന് പറയുന്നത് ഫുള്ള് പറയാം ഞാൻ. ഇയോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, എക്സൈറ്റ്. ഈ 5 അഗ്നികളാണ് പ്രപഞ്ചത്തിലാകെ ഉള്ളത്. ഇയോൺ എന്ന് പറഞ്ഞ് രാസാഗ്നി. ഇപ്പം നമ്മൾ വിറക് കത്തുന്ന പ്രതിഭാസം, നമ്മൾ അതിൽ ഇലക്ട്രോൺ അല്ല, മെയിനായിട്ട് രാസാഗ്നിയായിട്ട് പ്രവർത്തിക്കുന്നത് രാസാഗ്നിയാണ് മെയിനായിട്ട്. കെമിക്കൽ ഫയർ എന്ന് പറയാം, കെമിക്കൽ ഫയറാണ്, വൈദ്യുതാഗ്നി അതല്ല.
ഇലക്ട്രോൺ എന്ന് പറയുന്നത് ലോഹചാലനം സ്വഭാവമുള്ള ഒരു ഫയറാണ്. അത് നമുക്ക് വളരെ ദൂരത്തേക്കും നമ്മുടെ സൗകര്യത്തിനും അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വളരെ ദൂരത്തേക്ക് ഇതിൻ്റെ ബലം അയക്കാൻ ഈ ഇലക്ട്രോണിലൂടെ നമ്മൾ കൊടുക്കുന്ന ബലങ്ങൾ അകലെ സ്ഥലങ്ങളിലേക്ക് അയച്ച് നമുക്ക് വ്യാവസായികമായി പുതിയ അതിൻ്റെ അപ്പോൾ ഈ മാഗ്നറ്റിൻ്റെ സ്വഭാവം കാന്തിക ഗുണമുള്ള കാരണം ഇതിനെ വികർഷണ ആകർഷണ ഇത് സ്വഭാവമുണ്ട്, മനസ്സിലായ ഈ ഇലക്ട്രോണിന്. അപ്പോൾ ആ ഗുണമുള്ളത് കൊണ്ട് ഈ വൈദ്യുത പ്രേരണ തത്വം അതിൽ പ്രവർത്തിക്കും, മനസ്സിലായ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ വളരെ ദൂരത്തേക്ക് അയക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇനി കൂടുതൽ ഞാൻ വിശദീകരണം അറിയാമല്ലോ. അപ്പോൾ മൂന്നാമത്തെ ഫയറാണ് സൂര്യാഗ്നി. സൂര്യാഗ്നി എന്ന് പറയുന്നത് വേദങ്ങൾ പറയുന്നത് സൂര്യാഗ്നി എന്നുള്ളൊരു അഗ്നിയെ പറ്റി വേദങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ അഗ്നി സൂര്യനിലെ എനർജി കൺവെർട്ടറാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ 97% എനർജി ഉണ്ട്. അപ്പോൾ ഈ എനർജി എവിടെ നിന്ന് വരുന്നു? അപ്പോൾ ഈ എനർജീനെ കൺവെർട്ട് ചെയ്യാനാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഈ നമ്മുടെ ഇന്ദ്രിയഗോചരമായ ഊർജ്ജമായി മാറ്റാണ്. അപ്പോൾ അത് ഈ പ്രോട്ടോൺ ഒറ്റയ്ക്കല്ല, ഈ ഇലക്ട്രോണും ഇയോണും എല്ലാം ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഈ അവസ്ഥയിലേക്ക് എനർജി കൺവേർട്ടാവുന്നത്, മനസ്സിലായോ? ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ന്യൂട്രോൺ. ന്യൂട്രോൺ ഈ നമ്മുടെ സൂര്യൻ്റെ കേന്ദ്രത്തിലുണ്ട്, പക്ഷേ നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ല. കാരണം ഒരു സൂര്യൻ്റെ സൂര്യൻ്റെ വലിപ്പം കൂടുന്തോറും അതിൻ്റെ സംവഹന പ്രവാഹം വളരെ എന്താ പറയുക, വലിപ്പം കൂടുന്തോറും അതിൻ്റെ പ്രതല വിസ്തീർണം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രതല വിസ്തീർണം ഒരു നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രതല വിസ്തീർണം കൂടണം. ഒരു വസ്തു വളരെ വലുപ്പമുള്ള ഒരു വസ്തുവാണെങ്കിൽ അതിൻ്റെ പ്രതല വിസ്തീർണം കുറയുകയാണ് ചെയ്യണം. അപ്പോൾ ഈ കുറയുന്നതിനനുസരിച്ച് ഇതിലുള്ള സംവഹന പ്രവാഹവും ഗ്രാവിറ്റി കാരണം വളരെ മന്ദഗതിയിലാണ് പെടുന്നത്. അപ്പോൾ സൂര്യൻ്റെ കേന്ദ്രത്തിലാണ് എനർജി ഉണ്ടാവുന്നത് വെച്ചാൽ അതിനൊക്കെ വിഴുങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ സൂര്യൻ ഭീമാകരമായ ഒരു സൂപ്പർനോവയായി മാറും. അപ്പോൾ അത് മാറാതിരിക്കാൻ അതിൻ്റെ ഉള്ളിൽ ഒരു മിനി ബ്ലാക്ക് ഹോളുണ്ട്. മിനി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഹോൾ ഭ്രൂണം എല്ലാ നക്ഷത്രങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കാണ്ട് ഭീമാകരമായ സ്ഫോടനത്തിലേക്ക് എത്തിക്കാണ്ട്. അപ്പോൾ നക്ഷത്രത്തിൻ്റെ കേന്ദ്രത്തിലല്ല എനർജി ഇത് ചെയ്യുന്നത്, അതിൻ്റെ കേന്ദ്രത്തിനും ഉപരിഭാഗത്തിനും മധ്യത്തിലാണ്. നക്ഷത്രത്തിൻ്റെ ഉപരിഭാഗത്തിനും കേന്ദ്രഭാഗത്തിനും ഇടയിലാണ് എനർജി ജനറേറ്റ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് അപ്പോൾ അതാണ് സോളാർ ഫ്ലെയർ വരുന്നത്. എവിടുന്ന? സൂര്യൻ്റെ അത്ര ആഴത്തു നിന്നല്ല വരുന്നത്, കേന്ദ്രത്തിൽ നിന്നല്ല സോളാർ ഫ്ലെയർ ഇത് വരുന്നത്. അപ്പോൾ അവിടെ കൂൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് ഹോൾ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം, ബ്ലാക്ക് ഹോൾ ഭ്രൂണം ചെയ്യുന്നത് നക്ഷത്രത്തിനെ പൊട്ടിത്തെറി ഒഴിവാക്കി അതിനെ സ്ഥിരതയുള്ള ഒരു നക്ഷത്രമാക്കി മാറ്റണം ചെയ്യുന്നത്. അപ്പോൾ ഈ ആദ്യം നക്ഷത്രം ഉണ്ടാക്കുന്ന ഊർജം ആര് കുടിക്കും? ബ്ലാക്ക് ഹോൾ ഭ്രൂണം കുടിച്ച് അത് ന്യൂട്രൽ എനർജി ആക്കിയിട്ട് വീണ്ടും സ്പേസിൽ ലയിപ്പിക്കും, മനസ്സിലായി? അധികം വരുന്ന ഊർജ്ജത്തിനെ സൂര്യൻ്റെ ഉള്ളിലെ ബ്ലാക്ക് ഹോള് സ്പേസിൽ വീണ്ടും ലയിപ്പിക്കും. അപ്പോൾ ഈ സ്പേസിൽ നിന്നാണ് ശരിക്കും എനർജി വരുന്നത്, മനസ്സിലായി? ആ എനർജീനെയാണ് അത് 97% ന്യൂട്രൽ എനർജി പ്രപഞ്ചത്തിൽ, അതിൽ 3% മാത്രം ഇന്ന് പ്രകടമായ ആകാശത്തിൽ നമ്മൾ കാണുന്ന ഈ എനർജി ഉള്ളൂ. നമുക്ക് പ്രകാശം ചൂടൊക്കെ ആയിട്ട് 3% താഴെയുള്ളൂ. അതാണ് നമ്മൾ രാത്രി സമയത്ത് നമ്മൾ കാണുന്ന ആകാശത്തിൽ കാണുന്ന എനർജി, അത് 3% താഴെയാണ്. അപ്പോൾ ആ എനർജിയാണ് നമുക്ക് വളരെ ചെറിയ അളവിലാണ് പ്രകടമായ ഊർജം. ബാക്കി 97% എന്താണ്? അപ്പോൾ ഈ 10% ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല.
ഭൂമിയിൽ. ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ കാരണം നമ്മൾക്ക് വെന്തു പോകും. മനസ്സിലായി. അപ്പോൾ 3% താഴെയാണ് എനർജിയുടെ ലെവല്. മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഈ എനർജി സൈക്കിൾ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമാക്കി എൻ്റെ സിദ്ധാന്തങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആറ്റം എന്നത് മിഥ്യാസങ്കല്പമാണ്. അത് പ്രതീകാത്മകമായി നമുക്ക് എടുക്കാം. പക്ഷേ ഈ ന്യൂട്രോൺ എന്താണെന്ന് കൂടി മോഡേൺ സയൻസിന് വലിയ പിടിയില്ല. ന്യൂട്രോണെ വേറെ എന്തൊക്കെയോ സാധനമാണ്, ഇലക്ട്രോൺ വേറെ എന്തൊക്കെയൊക്കെയാണ് പറയുന്നത്. നമുക്ക് ആർക്കും പിടിയില്ലാത്തൊരു സംഭവമാണ്. മനസ്സിലായോ? അപ്പോൾ ഇലക്ട്രോണിനെ തന്നെ വിഭജിച്ച വേറൊരവസ്ഥകളിലായിട്ടാണ് അവർ കാണുന്നത്. ഇലക്ട്രോൺ വിഭജിച്ച ഒരവസ്ഥയിൽ ഇലക്ട്രോണിന് പല ഫ്രീക്വൻസികൾ, ചെറിയ ഫ്രീക്വൻസികളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ഇലക്ട്രോൺ അതിനെ വേറെ സ്വഭാവമായി മാറുന്നില്ല. മനസ്സിലായോ? ഇലക്ട്രോൺ ഇപ്പോൾ വെള്ളച്ചാട്ടത്തിൽ നിന്ന് അതിൻ്റെ വേഗത കൂടുന്നതിൻ്റെ ഫ്രീക്വൻസി കൂടും, അപ്പോൾ വെള്ളം മാറുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ആ ഇലക്ട്രോണിൻ്റെ ഒഴുക്കിൻ്റെ വേഗത കൂടുമ്പോൾ അത് വേറെ സ്വഭാവമായി മാറുന്ന, വേറെ കണായിട്ട് കാണുന്ന ഒരു തിയറിയൊക്കെയാണ് ഇന്ന് ഉള്ളത്. അതിൻ്റെ ഇലക്ട്രോൺ സ്വഭാവം മാറുന്നില്ല, അത് ഉണ്ടാക്കുന്ന ഫ്രീക്വൻസികൾ ചേഞ്ച് വരും. അപ്പോൾ അതിനെ വിവിധ കണങ്ങളായിട്ട് മോഡേൺ സയൻസ് കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോൺ ഫ്രീക്വൻസി തന്നെയാണ് ഇവർ വേറെ കണങ്ങളായിട്ട് കാണുന്നത്. അതാണ് ഇവിടെ വലിയൊരു തമാശ നടക്കുന്നത്. മനസ്സിലായോ? മോഡേൺ സയൻസിന് ഇതൊന്നും വ്യക്തമല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞല്ലോ, എല്ലാ സൂക്ഷ്മതലത്തിലും നമ്മൾ കൂളെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇപ്പം ന്യൂട്രൽ എനർജിയൊക്കെ ഇന്ദ്രിയഗോചരമല്ലാത്ത എനർജി നമുക്ക് അപ്പുറത്തുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ കോസ്മിക് കഴിഞ്ഞിട്ട് പിന്നെ കോസ്മിക്കാണ് ഏറ്റവും അവസാനത്തെ എനർജി എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം അങ്ങനെ കരുതുന്നത്, പക്ഷേ അങ്ങനെയല്ല. പിന്നീട് മനസ്സിലായി കോസ്മിക് കഴിഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ എനർജിയുടെ സോഴ്സ്, ന്യൂട്രൽ എനർജി സോഴ്സ് കിടക്കുന്നത്. അത് 97. ഇവിടെ എല്ലാം ആ ഊർജ്ജം തങ്ങി നിൽക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് അതിനെ അനുഭവിക്കാൻ കഴിയില്ല. അപ്പോൾ ആ തരംഗങ്ങൾക്ക് വസ്തുക്കളിൽ പ്രതിരോധമോ അപവർത്തനമോ ഉണ്ടാക്കാൻ കഴിയില്ല തന്നെയാണ് എൻ്റെ സിദ്ധാന്തങ്ങൾ പറയുന്നത്. ഇതേ സമാനമായ ആശയങ്ങൾ മോഡേൺ സയൻസിലെ പ്രകാശത്തിൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അത് ഇത് ന്യൂട്രൽ എനർജിയുടെ കാര്യമാണെന്ന് അവർക്കറിയില്ലായിരുന്നു. മനസ്സിലായ? അത് അവർ പ്രകാശമായിട്ട് കൂട്ടിക്കിടക്കാൻ നോക്കിയ, അപ്പോൾ അവിടെ പാളി. മനസ്സിലായ? ഈതർ കൺസെപ്റ്റായിട്ട് യോജിക്കാണ്ട് കുറേ സംഗതികൾ വരുന്നു. അത് ഈ തരങ്ങളെക്കുറിച്ചാണ്, എനർജീനെ കുറിച്ചാണ് അവരറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് പറ്റിയ പാളിച്ചകളാണത്. മനസ്സിലായി? മോഡേൺ സയൻസിന് വന്ന പാളിച്ചകളാണ്. ഓക്കെ.